കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റം എന്ന മഖാമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെവിടെയും കാണപ്പെടാത്ത പ്രത്യേക രീതിയിലുള്ള ഖബറുകൾ കെട്ടിപ്പൊക്കലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ 1400 വർഷങ്ങൾ പഴക്കമുള്ള ഖബറുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. കാരണം ഇതിൽ കുറച്ചാൾ മുമ്പ് വരെ ഹിജറ 5 എന്നൊക്കെ എഴുതിയതായിട്ട് കണ്ടിരുന്നു. ഇത് ഒരു കാട്ടിലാണ് ഈ സംഭവം ഉള്ളത്. ഒരു മലയുടെ ചെരുവിൽ ഒരു പുഴയുടെ തീരത്തായിട്ടാണ് ഇത് കാണപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഷംസുൽ ഉലമ, അതുപോലെ CM വലിയുള്ള അവരൊക്കെ ഇവിടെ സ്ഥിരമായി സിയാറത്തിന് വന്നിരുന്നു. ഷംസുൽ ഉലമയാണ് ഇവിടെ മഹാന്മാരായ ആളുകളാണ് മറവിട്ട് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. 1400 വർഷം പഴക്കമുണ്ടെന്ന് പറയാനൊക്കെ കാരണം അവിടെ ഹിജറ 5 എന്നൊക്കെ എഴുതിയ ലിപി ഒക്കെ നോക്കിയിട്ടാണ്. അതൊക്കെ ഉസ്മാനി ലിപിക്ക് മുമ്പുള്ള അറബി ലിപിയിലാണ് അതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത്രയും വർഷം പഴക്കം ഉണ്ടാകാനാണ് സാധ്യത. പിന്നെ ഗവേഷകരൊക്കെ വന്ന് ഗവേഷണം ചെയ്തിട്ടും ഇത്തരം പഴക്കം അവർ സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റം എന്ന മഖാമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെവിടെയും കാണപ്പെടാത്ത പ്രത്യേക രീതിയിലുള്ള ഖബറുകൾ കെട്ടിപ്പൊക്കലാണ് ഇവിടെ കാണപ്പെടുന്നത്. അതിൻ്റെ 1400 വർഷങ്ങൾ പഴക്കമുള്ള ഖബറുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. കാരണം ഇതിൽ കുറച്ചാൾ മുമ്പ് വരെ ഹിജറ 5 എന്നൊക്കെ എഴുതിയതായിട്ട് കണ്ടിരുന്നു. ഇത് ഒരു കാട്ടിലാണ് ഈ സംഭവം ഉള്ളത്. ഒരു മലയുടെ ചെരുവിൽ ഒരു പുഴയുടെ തീരത്തായിട്ടാണ് ഇത് കാണപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഷംസുൽ ഉലമ, അതുപോലെ CM വലിയുള്ള അവരൊക്കെ ഇവിടെ സ്ഥിരമായി സിയാറത്തിന് വന്നിരുന്നു. ഷംസുൽ ഉലമയാണ് ഇവിടെ മഹാന്മാരായ ആളുകളാണ് മറവിട്ട് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. 1400 വർഷം പഴക്കമുണ്ടെന്ന് പറയാനൊക്കെ കാരണം അവിടെ ഹിജറ 5 എന്നൊക്കെ എഴുതിയ ലിപി ഒക്കെ നോക്കിയിട്ടാണ്. അതൊക്കെ ഉസ്മാനി ലിപിക്ക് മുമ്പുള്ള അറബി ലിപിയിലാണ് അതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത്രയും വർഷം പഴക്കം ഉണ്ടാകാനാണ് സാധ്യത. പിന്നെ ഗവേഷകരൊക്കെ വന്ന് ഗവേഷണം ചെയ്തിട്ടും ഇത്തരം പഴക്കം അവർ സ്ഥിരീകരിച്ചിരുന്നു. ഒരു പള്ളിയുടെ ബാക്കിലുള്ള ഒരു പുഴയുടെ തീരത്തുള്ള ഒരു കാടാണ്. ഇവിടെ മനുഷ്യന്മാർക്കൊന്നും അധികം വന്നിരുന്നില്ല. പിന്നീട് ആളുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ലൈറ്റൊക്കെ ഇടാൻ നോക്കി, മക്ബറകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ. പക്ഷേ ആ ലൈറ്റ് ഒരു ദിവസമേ കത്തുള്ളൂ, 2-ാം ദിവസം ലൈറ്റ് കേടായിപ്പോവും. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ച് ചെയ്യിച്ചിട്ടും ആവാണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ഇതവരുടെ കറാമത്താണ്, ഇവിടെ ലൈറ്റ് കത്തില്ല എന്നുള്ളത്. പക്ഷേ വേറെ പ്രത്യേകത ഉണ്ട്. എല്ലാ റമദാനിലും 27 രാവിന് ഇവിടെ ഭയങ്കര പ്രകാശമായിരിക്കും. നിലാവ് പൂത്തിങ്ങനെ ഭയങ്കര നിലാവ് വെളിച്ചം പോലെ അവിടെ ഭയങ്കര പ്രകാശമായിരിക്കും ആ 27 രാവിന് മാത്രം. അതുകൊണ്ടാണ് ഇതിന് നിലാമുറ്റം എന്നൊക്കെ പേര് വരാനൊരു കാരണം. പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകമായ കുറേ കറാമത്തുകളൊക്കെ ഉള്ളൊരു പ്രത്യേക സ്ഥലമാണിത്. കണ്ണൂർ ജില്ലയിലാണുള്ളത്. ഇവിടെ കമ്മിറ്റിക്ക് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ആളുകളുടെ നേർച്ച പൈസ കൊണ്ടാണ് ആ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്നത്.